ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഒരു ക്രീമി ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പുഡിങ്ങാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അതിനായിട്ട് ആദ്യം തന്നെ 1.5 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചിട്ട് കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വരെ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ വേണ്ടത് ചൈന ഗ്രാസ് ആണ്. അതൊരു 6 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളത്തിലൊന്ന് 10 മിനിറ്റ് കുതിർത്തെടുക്കുക. പിന്നീട് ഒരു പാനിലേക്ക് 1.5 കപ്പ് ഫുൾ ഫാറ്റ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയായിട്ടും ചേർത്താലും മതി. ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ബട്ടർ പുഡിങ്ങിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അൺസാൾട്ടഡ് ബട്ടറാണ്. അതൊരു 75 ഗ്രാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പാലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ട് ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി തുടങ്ങുന്ന ഈ സമയത്ത് അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം ഫ്രഷ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ചൈന ഗ്രാസ് ഒക്കെ നന്നായിട്ട് ആ പാലിൽ കിടന്ന് മെൽറ്റ് ആവും. അങ്ങനെ പാലൊക്കെ നന്നായി തിളച്ച് എല്ലാം നന്നായിട്ട് മെൽറ്റായി വരുന്ന ഈ സമയത്ത് അതിലേക്ക് 1.5 കഷ്ണം ബ്രെഡ് അരികൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റാർഡിൻ്റെ ആ മിൽക്ക് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കുന്ന ഈ സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ഫ്ലെയിം വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. അതുപോലെ തന്നെ കസ്റ്റാർഡ് ഒഴിച്ചത് കൊണ്ട് പാലൊന്ന് തിക്കായിട്ടും വരും. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് നേരിയ ചൂടാറുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നല്ല ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ തരികളും ബ്രെഡിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാരണം ഒരു ഭംഗി ഉണ്ടാവില്ല പുഡിങ്ങിന്. അങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒരു പുഡിംഗ് ട്രേയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബൗളിലേക്കോ അരിപ്പയിലൂടെ അരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രീമി ആയിട്ടാണ് ഇതിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പേർക്കൊക്കെ അറിയുന്നതായിരിക്കും, അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ പുഡിംഗ് ട്രേ നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബദാമോ അല്ലെങ്കിൽ പിസ്താഷ്യോസോ എന്തെങ്കിലും വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ആക്കുക. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു, ബൈ.